ഷോപ്പിന്റെ മുന്നിലാണ് കേട്ടോ. എന്താ പണം Do you know him? So this is me. Eh? Oh wow! Wow! If you met him, just say hello to me. He's my good friend. അറബിക് കാലിഗ്രഫി എന്താ എഴുതിക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഹായ് ഓൾ, വെൽക്കം ടു ബഹ്റൈൻ ഡയറീസ്. ഞാനിപ്പോൾ ബാബൽ ബഹ്റൈനിലാണ് കേട്ടോ ഇരിക്കുന്നത്. റോഡിൻ്റെ സൈഡിലായിട്ടാണ് ഇരിക്കുന്നത്. നല്ല ക്ലൈമറ്റ് ആട്ടോ, ചൂടൊന്നുമില്ല, നല്ല തണുപ്പാണ്. അപ്പോൾ ഇന്ന് ബാബൽ ബഹ്റൈനിലെ ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതാ വീണ്ടും ബാബൽ ബഹ്റൈനിൽ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ നടന്നിട്ട് ഷോപ്പിംഗ് ജസ്റ്റ് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ മുമ്പൊക്കെ ഇവിടുത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്നാലും ഇത് വീണ്ടും വീണ്ടും കാണുമ്പോൾ വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് എനിക്കൊരു പ്രത്യേക ആവേശമാണ്. കാരണം എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കേട്ടോ. ബഹ്റൈനിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഈ ബാബൽ ബഹ്റൈൻ തന്നെയാണ്. എന്താണെന്നറിയില്ല, ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ കാണാനായിട്ട്. ഇവിടെ ഇങ്ങനെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാത്തിയിട്ടേക്കണ കണ്ടോ, എന്തോ ഒരു സംഭവമാണ് കേട്ടോ ഇവിടെ. പിന്നെ ഇവിടെ ഒത്തിരി ജ്വല്ലറീസൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല അടിപൊളി കിടക്കാച്ചി ജ്വല്ലറീസാണ്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയുള്ള കാർപ്പറ്റുകൾ കാണാൻ പറ്റും. ഇവിടെ ഈ കുന്തിരിക്കം പുകയ്ക്കുന്ന സാധനമാണ് കേട്ടോ ഇത്. കണ്ടോ എന്ത് രസാലേ. ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ആൾക്കാർ ഇങ്ങനെ കുന്തിരിക്കം പുകച്ച് വയ്ക്കുക. നല്ല ഭംഗിയാണ്. ഇതൊക്കെ നല്ല ഭംഗിയുള്ള പെർഫ്യൂംസാണ്. അപ്പോൾ ഇവിടെ കുന്തിരിക്കം പുകയ്ക്കാനുള്ള ചെറിയ അങ്ങനത്തെ ബോക്സസ് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ അറേബ്യൻ സ്റ്റൈലിലുള്ള ഒരുപാട് ഡെക്കറേറ്റീവ് പീസസ് ഉണ്ട് കേട്ടോ. ഇതേ കണ്ടോ, ഒട്ടകം കണ്ടോ. പിന്നെ അവിടെ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ബാബൽ ബഹ്റൈനിൽ കുറേ പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ പുതിയ ഐറ്റംസാണ് ഈ കാണിക്കുന്നത്. ഇതൊരു കിണറിൻ്റെ ഷേപ്പിൽ കണ്ടോ നിങ്ങൾ, ഭംഗിയുണ്ടല്ലേ. പിന്നെ ഇതൊക്കെ ലൈറ്റാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള ലൈറ്റ്സാണ്. പിന്നെ ഇവിടെ നല്ല ഭംഗിയുള്ള വലിയ വലിയ മിറേഴ്സ് കാണാൻ പറ്റും കേട്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള വലിയൊരു മിറർ. പിന്നെ ഇത് ഫർണിച്ചർ ഷോപ്പാണ് കേട്ടോ. ഇത് നോക്കിക്കേ, നല്ല ഭംഗിയുള്ള ഫർണിച്ചറൊക്കെ ഉണ്ട്. പിന്നെ മിററുകളാണ്, എവിടെ നോക്കിയാലും നമുക്ക് നല്ല ഭംഗിയുള്ള മിററുകൾ കാണാൻ പറ്റും. രസമായിട്ടുണ്ടല്ലേ. ഈ അറബി വീടുകളിലൊക്കെ അവരിങ്ങനത്തെ സോഫയും കാര്യങ്ങളൊക്കെ ആട്ടോ, താഴെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പം അങ്ങനത്തെ ഒരു സോഫയാണിത്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഇവിടെ നോക്കിയാൽ നമുക്ക് നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു ഫർണിച്ചർ കാണാം കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട് ഓരോന്നും. ഇത് അറബിക് കാലിഗ്രാഫി ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ യുവർ നെയിം ഇൻ അറബിക് കാലിഗ്രാഫി എന്ന് കാണാം. അപ്പോൾ ഇത് കണ്ടോ, പേളിൻ്റെ ഷെല്ലാണ് കേട്ടോ ഇത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ പേള് കാണാൻ പറ്റും. നമുക്ക് കണ്ടോ, അറബിക് കാലിഗ്രാഫി എന്താ എഴുതിയിരിക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടെ നല്ല ഭംഗിയുള്ളൊരു ലൈറ്റുകളുടെ ഷോപ്പാണ് കേട്ടോ. എന്താ ഭംഗിയെന്നറിയോ, നിറച്ച് ലൈറ്റുകളാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇപ്പോൾ ഉള്ളത് ഹാജീസ് കഫേയിലാണ് കേട്ടോ. 1950 ഒരു കഫേയാണത്. നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെയല്ലേന്ന്. സോ ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇത് വളരെ പഴക്കം ചെന്നിട്ടുള്ളൊരു കഫേയാണ്. അപ്പോൾ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ, കാരണം നല്ല തിരക്കാണ്. കുറച്ച് നേരം കഴിഞ്ഞാലാണ് നമ്മളെ വിളിക്കുള്ളൂ. ആജീസ് കഫേയുടെ ഓണറാണ് കേട്ടോ. അദ്ദേഹം നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തോ കാണിക്കാൻ വേണ്ടി സെർച്ച് ചെയ്യാണ്. കേരളത്തിൽ വന്നിട്ടുള്ള ഫോട്ടോസാണെന്ന് തോന്നുന്നു. You know him? So this is me. Oh wow! Wow! If you met him, just say hello to me. He's my good friend. Really? But he's not anymore minister, but I know he's in government politician. Yeah. Very famous. I've been to Tushur many Sunil Kumar. Yeah, I like. See, when we met
Like we okay, have to okay. talk to each other like this. I have to explain to them. Okay. Nice to see you at Haji Cafe. My name is Zuhair Haji. I'm the grandson of the founder. As you could see, 1950, my grandfather established this place. Then my dad, and now it's me and my brother Ahmed taking over and carrying on this name further. The food was awesome. Considered the oldest tradition restaurant in Bahrain. I hope you like the food. Yeah. It was awesome. Very nice. I have many good friends coming from Kerala side, Yeah. from different state of Kerala, and I'm lucky to visit most of your Kerala. Kerala side. Uh, I've been to Alapi, Arapuram, Thrissur, Kuchen, Atrapalli, waterfall. Adirpalli. Atrapalli. I swam there 3 times. Oh, when will you come there? Because my house is there. You can come I'm to my coming in January, this January. January 25th. We have a club called United Pigeon Club in Kerala, Oh. UPC. Oh. You can Google that, you'll find the date of the show. So I'm going there for judging their birds. Oh. That's my hobby. So I have lots of friends over there. I'm sure if any person going to see this video to do with the same hobby, they might realize me because I've been many times there. Enjoy your day. ഓക്കെ താങ്ക് യു ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഹാജീസ് കഫേയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. 1950-ലുള്ളൊരു കഫേയാണിത്. അപ്പോൾ ബിൽഡിംഗ് ഒക്കെ ഒരു പഴയ ആംബിയൻസ് ആട്ടോ. മുകളിലൊക്കെ റൂഫ് മറ്റേ മുളവടി ഇങ്ങനെ വെച്ചിട്ടാണ് റൂഫ്. പിന്നെ അതുപോലെ തന്നെ നെയ്ത്ത് പായ ഉണ്ടല്ലോ, അങ്ങനെ ആ പായ കൊണ്ട് നെയ്ത റൂഫൊക്കെയാണ്. നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ ഇരിക്കുമ്പോൾ. നമ്മുടെ ഫുഡ് വന്നു കേട്ടോ. ഇത് നൂഡിൽസാണ്, സ്വീറ്റ് നൂഡിൽസാണ്. ഇത് എഗ്ഗ് സ്ക്രാമ്പിൾ ആണ്. ഇതെന്താ, ഇത് കീമയാണ്. ഇവിടെ ഒരു മിറർ ഉണ്ട് കേട്ടോ. ഈ ഹാജീസ് എന്താ പറയുക റെസ്റ്റോറൻറ്റിൻ്റെ കൈ എഴുതുന്ന ഒരു ഏരിയ ആണിത്. നല്ല രസമുണ്ടല്ലേ. ഒരു പഴമയുടെ പ്രൗഢി നിലനിൽക്കുന്ന ഒരു കഫേയാണിത്. ഇത് കണ്ടോ, ബെഞ്ചും ഡെസ്കും ഒക്കെ കണ്ടോ. ഒരു അറബിക് ടച്ചാണ് കേട്ടോ ഇവിടെ. ഞങ്ങൾ ഇവിടെ നിന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. കണ്ടോ ഈ ബിൽഡിങ്ങിൻ്റെ കണ്ടോ, ഈ ചെറിയ ജനാലയും കാര്യങ്ങളൊക്കെ കണ്ടോ. പിന്നെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് റൂഫാണ് കേട്ടോ. റൂഫ് ഇതേ കണ്ടോ, മൂള കൊണ്ടൊക്കെയാണ്. ഹായ് ഓൾ. അപ്പോൾ ഇതാണ് ബാബൽ ബഹ്റൈൻ കേട്ടോ. ബഹ്റൈൻ്റെ കവാടം എന്നാണ് ഈ ഒരു സ്ഥലത്തിന് അറിയപ്പെടുക. ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ബഹ്റൈനിലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസുകളിൽ ഒന്നാണിത്. പണ്ട് കാലത്തൊക്കെ ഇവിടെ നിന്നാണ് ലൈക്ക് കപ്പലുകളൊക്കെ വന്ന് അടുത്തിട്ട് ചരക്കുകളൊക്കെ ഇറക്കുന്ന ഒരു സ്ഥലം. പക്ഷേ ഇന്ന് കാലം പുരോഗമിച്ചപ്പോൾ ഈ ഏരിയ ഒക്കെ കടലായിരുന്നു കേട്ടോ മുമ്പ്. ഇപ്പോൾ ഇതൊക്കെ മണ്ണിട്ട് നിരത്തി ഓരോ കൺസ്ട്രക്ഷൻസൊക്കെ നടന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ പണ്ട് കാലത്ത് ഇതായിരുന്നു കച്ചവടങ്ങളൊക്കെ നടന്നിരുന്ന മെയിനായിട്ടുള്ളൊരു സ്ഥലം. ലൈക്ക് എന്താ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെയാണ് കപ്പലുകളൊക്കെ വന്ന് അടുക്കാറുള്ളതും കച്ചവടങ്ങളൊക്കെ നടക്കാറുള്ളതുമായിട്ടുള്ളൊരു സ്ഥലം. അപ്പോൾ ഒത്തിരി ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് ബാബൽ ബഹ്റൈൻ. ഇതാണ് കേട്ടോ ബാബൽ ബഹ്റൈൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. 1949-ലുള്ളൊരു ബിൽഡിംഗ് ആണിത്. അപ്പോൾ ഇതിലൂടെ നമ്മൾ നടക്കുകയാണ്. അപ്പോൾ ഇവിടെ പണ്ടത്തെ കുറേ ചിത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബഹ്റൈനിലെ പണ്ട് കാലത്തെ എന്താ പറയുക ജീവിതം എങ്ങനെയായിരുന്നു നമുക്ക് മനസ്സിലാവും. അവിടെ യൂട്യൂബേഴ്സ് നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ബാബൽ ബഹ്റൈൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പീരങ്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. 2 സൈഡിലും വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല പെയിൻ്റൊക്കെ അടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. പോസ്റ്റ് ഓഫീസിലെത്തിയിട്ടോ. ആ കാണുന്നതാണ് ബഹ്റൈനിലെ പോസ്റ്റ് ഓഫീസ്. നാട്ടിലെ പോസ്റ്റ് ഓഫീസ് പോലെ ആണോ എന്നുള്ളത് നിങ്ങൾ കാണുമ്പോൾ പറയണേ. അപ്പോൾ ദീപ്തി ചേച്ചി ഇതേ പോസ്റ്റ് ഓഫീസിലേക്ക് കടന്നു പോവുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ കിടക്കാൻ പോവാം കേട്ടോ. ഹായ്,
ഒരു പ്രത്യേക ആംബിയൻസ്. ഇതൊരു വർക്കിംഗ് പോസ്റ്റ് ഓഫീസ് അല്ല കേട്ടോ, ഇതൊരു പോസ്റ്റ് ഓഫീസ് മ്യൂസിയം ആണ്. അപ്പോൾ ഇവിടെ പണ്ട് കാലത്തെ പോസ്റ്റ് ഓഫീസ് എങ്ങനെയാണോ പ്രവർത്തിച്ചിരുന്നത് അക്കാലത്തെ യന്ത്രങ്ങളും സ്റ്റാമ്പുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയുടെ പണ്ട് കാലത്തെ സ്റ്റാമ്പുകളൊക്കെ കാണാൻ പറ്റും. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ പ്രധാനപ്പെട്ട വ്യക്തികളായിട്ടുള്ള ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, പിന്നെ അനേകായിരം മഹത് വ്യക്തിത്വങ്ങളുടെ സ്റ്റാമ്പുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റി കേട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കര പ്രൗഡായി, എങ്ങനെയാണ് മറ്റൊരു രാജ്യത്ത് നമ്മുടെ മഹാന്മാരെയും നമ്മുടെ സ്റ്റാമ്പുകളൊക്കെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നതെന്ന് കണ്ടപ്പം ഒത്തിരി സന്തോഷമായി കേട്ടോ. അപ്പോൾ ഇതൊരു റേഡിയോയുടെ മോഡലിലാണ് ഈ സ്റ്റാമ്പുകളൊക്കെ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു എന്താ പറയുക, ഈ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിപ്പ് പോലെയാണ് കേട്ടോ. അപ്പോൾ ഓരോ നമ്പറും എഴുതിയിരിക്കുന്നത് ഓരോ രാജ്യത്തെയാണ്. അപ്പോൾ ആ രാജ്യത്തിൻ്റെ നമ്പർ അടങ്ങിയിട്ടുള്ള ആ ഒരു ഇങ്ങനെ വലിക്കുന്ന ഈ സാധനം ഇങ്ങനെ വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ രാജ്യത്തെ സ്റ്റാമ്പുകളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ എല്ലാ രാജ്യത്തെയും സ്റ്റാമ്പുകൾ ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു അസാധ്യ സംഭവം തന്നെയാണ് ഈ ഒരു മ്യൂസിയം എന്ന് പറയുന്നത്. നമുക്കറിയാലോ, ഇന്നത്തെ ഈ ഫോണും അതുപോലെ തന്നെ ഇമെയിലും ഒക്കെ വരുന്നതിനേക്കാളും മുമ്പ് നമ്മൾ ഈ കത്ത് മുഖേനയാണല്ലേ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വിശേഷങ്ങളും നമ്മുടെ സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ കൈമാറിയിരുന്നത്. ആ ഇല്ലൻറ്റുകൾ എന്നല്ലേ പറയുക, ഇല്ലൻറ്റുകൾ കണ്ടപ്പോൾ എനിക്ക് പഴയ ഓർമ്മകളൊക്കെ ഓർമ്മ വന്നു കേട്ടോ. എന്താ വെച്ചാൽ എൻ്റെ അച്ഛൻ ഒരു 25 വർഷത്തോളം പ്രവാസിയായിരുന്നു. അപ്പോൾ ആദ്യകാലത്തൊക്കെ അച്ഛൻ ഇതുപോലെ കത്തുകളൊക്കെ അയക്കാറുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മയിൽ അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പണ്ട് പോസ്റ്റ് ഓഫീസിൽ പോയിരുന്ന ഓർമ്മയും എനിക്കുണ്ട്. അന്ന് പോസ്റ്റ് ഓഫീസിൽ കണ്ടിരുന്ന ഇതുപോലെയുള്ള ഇങ്ങനെ അച്ച് കുത്തുന്ന സാധനങ്ങളൊക്കെ ഇവിടെ കണ്ടപ്പോൾ ഒത്തിരി പഴയ കാലഘട്ടത്തിലേക്ക് പോകാൻ പറ്റി കേട്ടോ. ഭയങ്കര നൊസ്റ്റാൾജിക്കായി ഇവിടെ വന്നപ്പോൾ. നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ടുള്ള പരിചയമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ഇടണം കേട്ടോ. ഇതാ ഇവിടെ കണ്ടോ, പണ്ട് കാലത്ത് കത്തൊക്കെ തൂക്കം നോക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചെറിയ വെയിങ് മെഷീൻ, പിന്നെ അത് ഇലക്ട്രോണിക്സിലേക്ക് മാറി, അങ്ങനെയുള്ള ഓരോ കാലഘട്ടത്തിലെയും ഉപകരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു വലിയൊരു കപ്പലിൻ്റെ മോഡലാണ്. പിന്നെ ഇക്കാലത്തെ ധാരാളം ഭംഗിയുള്ള സ്റ്റാമ്പുകളും നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ എന്താണ്, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.